ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമ വചനധ്യാനം ക്ലാസ് 59. പത്രോസിന്റെ ദേവാലയ പ്രസംഗം നമ്മൾ തുടരുകയാണ്. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 3-ാമത്തെ അധ്യായത്തില് 3-ാമത്തെ അധ്യായം 23 മുതലുള്ള വചനങ്ങൾ. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. മാത്രമല്ല, സാമുവേലും തുടർന്ന് സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ ദിവസങ്ങളെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ഭൂമിയിലെ സകല കുടുംബങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തുവല്ലോ. നിങ്ങൾ പിതാക്കന്മാരുടെ ചെയ്ത ഉടമ്പടിയുടെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ആദ്യമേ നിങ്ങൾക്ക് അയച്ചിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണിത്. മോശെ പ്രവചിച്ച തന്നെ പോലൊരു പ്രവാചകൻ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അവൻ എഴുന്നേൽപ്പിക്കും എന്ന് നിയമാവർത്തന പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതിന്റെ വെളിച്ചത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ആ പ്രവാചകനെ അനുസരിക്കാത്ത ഏവനും വിച്ഛേദിക്കപ്പെടുമെന്നാണ്. അതായത് യേശു എന്ന അന്ത്യപ്രവാചകൻ, ഇനിയൊരു പ്രവാചകൻ, യേശുവിന് ശേഷം ഒരു പ്രവാചകൻ വരാനില്ലായിരുന്നു, വന്നിട്ടുമില്ല, വരേണ്ട കാര്യമില്ല. നമ്മളതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, യേശുവിന്റെ വെളിപാടിനെ കവച്ചു വെക്കുന്ന തരത്തിലോ തകിടം മറിക്കുന്ന തരത്തിലോ ഏത് സ്വകാര്യ ദർശനങ്ങളെയും വെളിപാടുകളെയും ഉയർത്താൻ പാടില്ലെന്നും അത് സഭയുടെ വിശ്വാസത്തിന്റെ നിക്ഷേപത്തിന്റെ ഔദ്യോഗിക ഭാഗമല്ലെന്നെല്ലാം നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനം 67-ാമത്തെ ഖണ്ഡം ഉപയോഗിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ വെളിപാട്, ബൈബിളിലെ വെളിപാട്, തിരുവചനങ്ങളുടെ വെളിപാട് അതിനെ മാറ്റിമറിക്കുന്ന തരത്തിലോ കവച്ചു വെക്കുന്ന തരത്തിലോ പാടില്ലെന്നാണ് പത്രോസിന്റെ പ്രസംഗം. അതായത് ദൈവം മോശയിലൂടെ പറഞ്ഞ ആ പ്രവാചകൻ, അതായത് മോശയേക്കാൾ വലിയ പ്രവാചകൻ, ദൈവം തന്നെ മനുഷ്യനായി വന്ന പ്രവാചകൻ, ആ പ്രവാചകനാണ് അന്തിമ വെളിപാട് നൽകിയിരിക്കുന്നത്. അതിനുശേഷം മറ്റൊരു ഔദ്യോഗിക വെളിപാടില്ല. അതുകൊണ്ട് ഒരു സ്വകാര്യ ദർശനവും ഈ വെളിപാടിനെ കവച്ചു വെക്കുന്നതോ മാറ്റിവെക്കുന്നതോ അല്ല. അത് ആര് പറഞ്ഞാലും അല്ല. അത് കത്തോലിക്ക സഭയുടെ പ്രബോധനമാണ്, ഔദ്യോഗിക പ്രബോധനമാണ് കത്തോലിക്ക സഭയുടെ മതബോധനം 67. ആ പ്രവാചകനെ കേൾക്കാത്തവര്, അതായത് ദൈവം തന്നെ പ്രവാചകനായി വന്നവനാണ് യേശു, ആ യേശുവിനെ കേൾക്കാത്ത ഏവനും വിച്ഛേദിക്കപ്പെടും. പാവപരിഹാര ദിനം എന്ന് പറയുന്ന യോം കിപ്പുർ, യോം എന്ന ഹീബ്രുവിൽ പറഞ്ഞാൽ ദിവസം, കിപ്പുർ എന്ന് പറഞ്ഞാൽ പാവപരിഹാരം. പാവപരിഹാര ദിനം എന്ന് പറഞ്ഞ ദിവസം, ഒരു ദിനമുണ്ട്, ആണ്ടുവട്ടത്തിൽ ഒരു ദിവസം. ലേവ്യരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 23-ാമത്തെ അധ്യായമൊക്കെ നമുക്ക് അതേക്കുറിച്ചുള്ളതാണ്. പ്രത്യേകിച്ചും 16-ാം അധ്യായം മുഴുവൻ. ആ പാവപരിഹാര ദിനത്തെക്കുറിച്ച് മോശെ ഇങ്ങനെ പറഞ്ഞിരുന്നു. യോം കിപ്പുർ എന്ന് അറിയപ്പെടുന്ന പാവപരിഹാര ദിനത്തെക്കുറിച്ച്, അന്ന് ആത്മതപനം ചെയ്യാത്ത ഏവനെയും അവന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയണം. ലേവ്യര് 23-29. അന്ന് സ്വയം എളിമപ്പെടുത്താത്ത ഏത് ആത്മാവും അതിന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണമെന്നാണ് ഗ്രീക്കിൽ തർജ്ജമ. ഞാൻ ഒന്നുകൂടി ഹീബ്രും ഗ്രീക്കും ഒന്ന് തരതമം ചെയ്യാൻ വേണ്ടി പറയാണ്. അന്ന് ആത്മതപനം ചെയ്യാത്ത ഏവനെയും അവന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയണം. അത് ഹീബ്രു. അതിന്റെ ഗ്രീക്ക് തർജ്ജമ സെപ്തുജിന്ത്, അന്ന് സ്വയം എളിമപ്പെടുത്താത്ത ഏത് ആത്മാവും അതിന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയണം. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത ഉത്ഥിതനെക്കുറിച്ചുള്ള സ്ലീഹന്മാരുടെ കെരിഗ്മ, ശ്ലൈഹിക കെരിഗ്മ സ്വീകരിച്ച് പാപത്തെക്കുറിച്ച് എളിമയോടെ പശ്ചാത്തപിച്ച് ആത്മതപനം, ഉള്ളില് ചൂട് വേണമെന്ന, ചൂട്, ആത്മാവിൽ അഗ്നി ഉണ്ടാകണം. അതായത് ഈ സ്ലീഹന്മാരുടെ കെരിഗ്മ, പത്രോസിന്റെ പ്രസംഗം, ഈ കെരിഗ്മ, പൗലോസിന്റെ കെരിഗ്മ, ആ സുവിശേഷ പ്രഘോഷണം, അത് സ്വീകരിച്ച് പാപത്തെക്കുറിച്ച് എളിമയോടെ പശ്ചാത്തപിച്ച്, അതാണ് ഈ ആത്മതപനം. ഉള്ളില് ചൂടോടുകൂടി ചെയ്യാണത്, ആത്മാവിൽ അഗ്നിയോടുകൂടി ചെയ്യാണ്. അങ്ങനെ ചെയ്യാത്തവര് രക്ഷ പ്രാപിക്കുന്ന ജനത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടുമെന്നാണ് പത്രോസ് വ്യക്തമാക്കുന്നത്. വളരെ ഗൗരവമായ ഒരു പ്രബോധനമാണിത്. സ്ലീഹന്മാരുടെ കെരിഗ്മ,
ആ കെരിഗ്മയാണ് ആദ്യം രൂപപ്പെട്ടത്, പിന്നീടാണ് അതിൽ നിന്നും എഴുതപ്പെട്ടത്. ആ കെരിഗ്മ ഇല്ലേ, വാമൊഴിയായി നൽകപ്പെട്ട കെരിഗ്മ, അതിൽ കുറെ കാര്യങ്ങൾ എഴുതപ്പെട്ടു. ചില കാര്യങ്ങളും സഭയിൽ പാരമ്പര്യമായി നിലനിന്നു. ആ കെരിഗ്മ സ്വീകരിക്കുകയും പാപത്തെക്കുറിച്ച് എളിമയോടെ ആത്മതപനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ രക്ഷ പ്രാപിക്കുന്ന ജനത്തിൽ നിന്നും അവർ വിച്ഛേദിക്കപ്പെടും. ലവുദീക്കയിലെ സഭയോട് ഉത്ഥിതനായ കർത്താവ് അതിന്റെ മെത്രാനോട് പറയുന്നുണ്ട്, നിന്റെ സഭയിൽ കുറെ പേര് ചൂടോ തണുപ്പോ ഇല്ലാത്തവരാണ്. ചൂടുമില്ല തണുപ്പില്ല, ഞാൻ അവരുടെ വായിൽ തുപ്പിക്കളയുമെന്നാണ് കർത്താവ് പറയണേ. തുപ്പിക്കളയും ഞാൻ. ചൂടോ തണുപ്പോ ഇല്ലാത്ത അവിടുത്തെ മെത്രാനോട് പറയണേ, നിന്റെ സഭയിൽ നീ അടക്കമുള്ളവരിൽ ചൂടോ തണുപ്പോ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എന്റെ വായിൽ തുപ്പിക്കളയും. ചൂട് വേണം, കർത്താവിനെ പ്രതി ചൂട് വേണം, സുവിശേഷത്തെ പ്രതി ചൂട് വേണം, സ്ലൈഹ കെരിഗ്മയെ കുറിച്ച് ചൂട് വേണം. ഇങ്ങനെ ചൽത്താകെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇല്ലേ, അങ്ങനെ പോകട്ടെ, പോകുന്നിടത്തോളം പോകട്ടെ എന്ന മട്ടിൽ ജീവിക്കുന്നത് അതൊന്നും കർത്താവിന് ചേർന്ന രീതിയല്ല. ഇതാണ് പത്രോസ് വ്യക്തമാക്കണേ. അപ്പോ യേശുവിനെ കേൾക്കാത്ത ഏവനും കെരിഗ്മ സ്വീകരിക്കാത്ത ഏവനും അങ്ങനെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാത്ത ഏവനും ആത്മതപനം ഇല്ലാത്തവനാണ്, അവനെ രക്ഷിക്കപ്പെടുന്ന ജനത്തിൽ നിന്നും വിച്ഛേദിച്ച് കളയുമെന്നാണ് പത്രോസ് പറയണേ. എന്നിട്ട് അദ്ദേഹം പറയാണ്, സാമുവേലും തുടർന്ന് സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ ദിവസങ്ങളെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സും കഴിഞ്ഞതിന് മുമ്പിലത്തെ ക്ലാസ്സും നോക്കിയാൽ 3 വാക്കുകള്. ഒന്ന് നമ്മൾ കാലങ്ങളെക്കുറിച്ച്, കൈറോസ് കാലങ്ങള്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു സമയങ്ങള്, ക്രോണോയി. കൈറോസ് സിംഗുലർ, കൈറോയ് ബഹുവചനം. ക്രോണോസ് സിംഗുലർ, ക്രോണോയ് ബഹുവചനം. കാലങ്ങളെക്കുറിച്ചും സമയങ്ങളെക്കുറിച്ചും എന്ന 2 കാര്യങ്ങളും കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ കേട്ടു. ഇന്ന് പറയുന്നത് ദിവസങ്ങളെക്കുറിച്ച്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഹേമറ എന്നാണ്. ഹേമറ എന്ന അതിന്റെ ബഹുവചനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹേമറ. അപ്പോൾ മുൻപ് സൂചിപ്പിച്ചത് സമാശ്വാസത്തിന്റെ കാലങ്ങള്, കൈറോയ് 3:20. പിന്നെ വീണ്ടെടുപ്പിന്റെ സമയങ്ങള്, ക്രോണോയ് 3:21. അപ്പോ സമാശ്വാസത്തിന്റെ കാലങ്ങള് കൈറോയ് 3:20, വീണ്ടെടുപ്പിന്റെ സമയങ്ങള് ക്രോണോയ് 3:21. ആ സമാശ്വാസത്തിന്റെ കാലങ്ങളെയും വീണ്ടെടുപ്പിന്റെ സമയങ്ങളെയും പ്രവാചകന്മാർ വിശേഷിപ്പിച്ചത് മിശിഹായുടെ ദിവസങ്ങൾ എന്നാണ്. ഹെമറായി, മിശിഹായുടെ ദിവസങ്ങൾ. കർത്താവിന്റെ ദിനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന പലപ്പോഴും കാണുന്ന ഒരു സംഗതിയുണ്ട്. അതിന് 2 അർത്ഥമാണ് ശരിക്കുള്ളത്. ഒന്ന്, വിശ്വസിച്ച് ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുന്നവർക്ക്, പ്രവർത്തിക്കുന്നവർക്ക് അത് രക്ഷയുടെ ദിവസമായിരിക്കും. മിശിഹായുടെ ദിനം, കർത്താവിന്റെ ദിനം രക്ഷയുടെ ദിവസമായിരിക്കും. കർത്താവിൽ വിശ്വസിക്കാതെയും അതിനനുസരിച്ച് ജീവിക്കാതെയും ഇരിക്കുന്നവർക്ക് അത് ശിക്ഷാവിധിയുടെ ദിവസമായിരിക്കും. അപ്പൊ കർത്താവ് വരുന്നത് വിശ്വസിക്കുന്നവർക്ക് രക്ഷയായിട്ടും വിശ്വസിക്കാത്തവർക്ക് ശിക്ഷയുമായിട്ടാണ്. ഈ ശിശു അനേകരുടെ ഉയർച്ചയ്ക്കും കുറെ പേരുടെ തകർച്ചയ്ക്കുമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, നിയമിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് രക്ഷ പ്രാപിക്കണോ തീരുമാനിക്കാൻ. രക്ഷ പ്രാപിക്കാൻ തീരുമാനിച്ചാൽ കൃപയാലാണ് രക്ഷിക്കപ്പെടുക. പക്ഷെ നമ്മുടെ തീരുമാനം വേണം. അപ്പോൾ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹമെങ്കിലും ഞാൻ രക്ഷ പ്രാപിക്കേണ്ട കാര്യമില്ല എന്നുള്ള മട്ടിൽ അഹങ്കാരത്തോടെ നടന്നാൽ, ധാർഷ്ട്യവും ഒക്കെ ഉണ്ടായാൽ നമുക്ക് ഈ രണ്ട് പേര് സർവശക്തരാന്ന് പറയാ. ദൈവം സർവശക്തനാണ് നൽകാൻ, നമ്മള് സർവശക്തരാണ് നിരാകരിക്കാനോ സ്വീകരിക്കാനോ. അപ്പോൾ എളിമയുള്ള ആത്മാവ് സർവശക്തിയുള്ള ആത്മാവ് എന്ന് പറയും സ്വീകരിക്കാൻ. ദൈവം കൊടുക്കാൻ സർവശക്തിയുള്ളവനാണ്, നമ്മള് സ്വീകരിക്കാൻ സർവശക്തിയുള്ളവരാണ്. പക്ഷേ നിരാകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വിച്ഛേദിക്കപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. ഒരു കാര്യം കൂടി പറയുകയാണ് പത്രോസ്, ഭൂമിയിലെ സകല കുടുംബങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് അരുളി ചെയ്തിരുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത ഉടമ്പടിയുടെയും പ്രവാചകന്മാരുടെയും മക്കള് നിങ്ങളാണ്. പത്രോസിന്റെ പ്രസംഗം കേൾക്കുന്ന യഹൂദന്മാര്. അബ്രഹാമിനോട് സത്യം ചെയ്ത് ഉറപ്പിച്ച ഉടമ്പടിയിലേക്കാണ് പത്രോസ് കൈ ചൂണ്ടണേ. ആദ്യം ദൈവമായ കർത്താവ് അബ്രഹാമിന് വാഗ്ദാനം കൊടുത്തു. പിന്നെ ആ വാഗ്ദാനം സത്യം ചെയ്ത് ഉറപ്പിച്ച ഉടമ്പടിയാക്കി കുറച്ചും കൂടി അതിനെ ഉയർത്തി. അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലാണ്. അപ്പോൾ നിന്റെ സന്തതിയിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാനുള്ള ഉപകരണമായിട്ട്
അബ്രഹാമിന്റെ സന്തതിയെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ദൈവം അവനോട് ശപഥം ചെയ്ത് പറഞ്ഞിരുന്നു. ആ അബ്രഹാമിന്റെ അഭിഷേക പുത്രൻ അത് ഈശോയാണ്. ആ ഈശോയാണ് അബ്രഹാമിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന ദൈവത്തിന്റെ വാഗ്ദാനം നിവൃത്തിയാക്കിയത്, നിറവേറ്റുന്നത് ഈശോയാണ്. ഈശോ നിറവേറ്റിയത് 2 കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഒന്ന്, ആദ്യം ഇസ്രായേലിന് ജീവൻ കൊടുത്തു. ഇസ്രായേലിന് ജീവൻ കൊടുത്തു. അതാണ് ഈ 5:31 പറയണേ. ഈ സ്ലീഹന്മാരുടെ നടപടി 5:31 പറയുന്നുണ്ട്. ഇവിടെയും പറയുന്നുണ്ട്, ഭൂമിയിൽ സകല കുടുംബങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് അബ്രഹാമിന് അരുളി ചെയ്തുവല്ലോ. നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്ത ഉടമ്പടിയുടെയും പ്രവാചകരുടെയും മക്കൾ നിങ്ങൾ തന്നെ. അപ്പോൾ ഇസ്രായേലിന്, തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന് ജീവൻ വീണ്ടെടുത്ത് കൊടുക്കുന്നതിലൂടെയാണ് ഈ അബ്രഹാമിൽ ഭൂമിയിൽ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദാനം ഈശോ നിറവേറ്റുന്ന ഒരു വിധം ഇസ്രായേലിന് ജീവൻ വീണ്ടെടുത്ത് കൊടുക്കുന്നു. 2, ഈ ഇസ്രായേലിൽ നിന്നുള്ള വിശ്വാസികൾ ഉപയോഗിച്ച് ലോകമാസകലമുള്ള വിജാതിയർക്ക് സുവിശേഷം കൊടുത്ത് അനുഗ്രഹിക്കുന്നതിലൂടെ. അതാണ് സ്ലീഹന്മാരെ നടപടി പുസ്തകം 15-ാമത്തെ അധ്യായം യെറൂസലേം സൂനോദോസിൽ എടുക്കുന്ന തീരുമാനം. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി നോക്കിയാൽ, ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. കാരണം അവർക്കാണ് ദൈവം ഏകനാണ്, ഏകസത്യ ദൈവമാണ് ആദ്യം തിരിച്ചറിഞ്ഞത് ഇസ്രായേലാണ്. ആ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വീണ്ടെടുത്ത് ജീവൻ കൊടുക്കുകയാണ് കർത്താവ് ചെയ്ത ഒന്നാമത്തെ കാര്യം, വാഗ്ദാനം നിറവേറ്റാൻ, അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം നിറവേറ്റാൻ. 2, ആ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിലൂടെ, ആദിമസഭയിലെ എല്ലാം യഹൂദന്മാരായിരുന്നല്ലോ, നമ്മുടെ തോമാസ് ലീഗ് അടക്കമുള്ളവര്, ആ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിലൂടെ ലോകത്തുള്ള സകല മനുഷ്യർക്കും, പുറജാതിക്കാർക്ക്, അന്യമതസ്ഥർക്ക്, അതിന് വിജാതിയർന്ന് ഉപയോഗിക്കുന്ന വാക്ക്, വിജാതിയർന്ന് വെച്ചാൽ അന്യജാതിക്കാർ മാത്രമല്ല, അന്യമതസ്ഥരെ എല്ലാം, അവർക്കെല്ലാം സുവിശേഷം കൊടുത്ത് അനുഗ്രഹിക്കുന്നതിലൂടെ. ഈ 2 കാര്യങ്ങളിലൂടെയാണ് അബ്രഹാമിന് നൽകപ്പെട്ട വാഗ്ദാനം, അബ്രഹാമിന്റെ സന്തതിയായ മത്തായി 1:1 ഈശോ നിറവേറ്റുന്നത്. 26-ാമത്തെ വാക്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ആദ്യമേ നിങ്ങൾക്ക് അയച്ചിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടിയാണിത്. എഴുന്നേൽപ്പിച്ച്, ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച്. രണ്ട് അർത്ഥങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന ഒരു വാക്കാണ് എഴുന്നേൽപ്പിച്ച്. അല്ലെങ്കിൽ രണ്ട് പൊരുളുകൾ ഇങ്ങനെ ഇടചേർത്ത് നെയ്തെടുത്തിരിക്കുകയാണ് പത്രോസ്. ഒന്ന്, മോശയുടെ വചനമാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടത്. എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് യാഹ്വേ എഴുന്നേൽപ്പിച്ച് തരും. നിയമാവർത്തന പുസ്തകം 18:15. എന്നെപ്പോലെ ഒരു പ്രവാചകനെ, അത് ഞാൻ പറഞ്ഞു, മോശയെ പോലെ എന്ന് പറഞ്ഞാൽ പോരാ, മോശയേക്കാൾ വലിയ പ്രവാചകനെ, അവസാനത്തെ പ്രവാചകനെ. അതിനുശേഷം ഒരു പ്രവാചകൻ വരാനില്ല. കാരണം ദൈവം തന്നെ പ്രവാചകനായി വരികയാണ് മനുഷ്യർക്ക്. പിന്നെ അതിനേക്കാൾ വലിയൊരു പ്രവാചകൻ വരാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും അവസാനത്തെ പ്രവാചകൻ ദൈവം തന്നെ മനുഷ്യനായി വന്ന ഈശോയാണ്. അതിനുശേഷം ഒരു പ്രവാചകൻ വന്നിട്ടില്ല, വരേണ്ട കാര്യമില്ല. ഞാനത് ആവർത്തിച്ച് പറയാണ്. കാരണം അതിന് ഞാൻ ഈ പറയുന്നതിന് വിരുദ്ധമായ സംഗതികൾ നമ്മുടെ ഇടയിലും പുറത്തും നടക്കുന്നുണ്ട്. ഈ സ്വകാര്യ ദർശനങ്ങളെ അമിതമായിട്ട് പർവ്വതീകരിക്കുന്നവര്, ഈശോയെ കൂടാതെ വേറെ പ്രവാചകന്മാർ വരുമെന്നുള്ള മട്ടില് ഈ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നവരാണ്. അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല. പക്ഷെ അതൊരു വലിയ വ്യതിചലനമാണ്. അതുകൊണ്ടാണ് കരുണയുടെ ഞായറിന് വേണ്ടി ദുഃഖവെള്ളിയായിട്ട് നൊവേന തുടങ്ങണേ. ദുഃഖവെള്ളി, ദുഃഖശനി, ഉയർപ്പ്, അതിനേക്കാൾ വലിയ സംഗതികളില്ല. എന്നിട്ടും ഒരു വിശുദ്ധയ്ക്ക് വേണ്ടി, ഒരു വിശുദ്ധയെ ഓർക്കാൻ വേണ്ടി നൊവേന തുടങ്ങുകയാണ്. അങ്ങനെയൊക്കെ സഭ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കരുണയുടെ ഞായർ ആഘോഷിക്കട്ടെ, അതിന് ദുഃഖവെള്ളിയാഴ്ച തുടങ്ങണമായിരുന്നോ? ഇതെല്ലാം യേശുവിനേക്കാളും ഉയർന്ന തരത്തിൽ, യേശു കഴിഞ്ഞിട്ടും പ്രവചനങ്ങളുണ്ട് എന്ന മട്ടിൽ അറിഞ്ഞോ അറിയാതെയോ ഭക്തി മൂത്തിട്ടായിരിക്കാം. പക്ഷെ അത് വിശ്വാസത്തിന് എതിരാണ്, വിശ്വാസത്തിന് ദോഷമാണ്. ഞാൻ ഇത്രയും പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അച്ഛൻ കരുണയ്ക്ക് ഇത്ര എതിരാണോ? കരുണയല്ല നമ്മുടെ പ്രശ്നം. കരുണയ്ക്ക് എതിരാണ്. കരുണയില്ലാതെ ആർക്ക് ജീവിക്കാൻ പറ്റുക? ദൈവത്തിന്റെ കരുണയില്ലാതെ ആരെങ്കിലും രക്ഷ പ്രാപിക്കുമോ? ദൈവത്തിന്റെ കൃപയില്ലാതെ രക്ഷ പ്രാപിക്കുമോ? അതല്ലല്ലോ നമ്മുടെ പ്രശ്നം. പ്രശ്നം കിടക്കുന്നത് യേശു നൽകിയ വെളിപാട്, തിരുവചനത്തിൽ നൽകിയ വെളിപാട്, അന്തിമമായി നൽകിയിരിക്കുന്ന പ്രവചനം, അതിനെ മറികടക്കുന്ന തരത്തിലോ മാറ്റിവെക്കുന്ന തരത്തിലോ തകിടം മറിക്കുന്ന തരത്തിലോ ഒരു വിശുദ്ധനോ വിശുദ്ധയ്ക്ക് കിട്ടിയ സ്വകാര്യ ദർശനത്തെ
ഉയർത്തി കാണിക്കുന്നതാണ് തെറ്റ്. അല്ലാതെ കരുണയ്ക്കെതിരല്ല ഞാൻ പറയുന്നത്. കരുണ വേണ്ടെന്നുമല്ല പറഞ്ഞത്. തോമാസിലൂടെ കരുണ കാണിച്ചോ ഇല്ലയോ അതൊന്നല്ല നമ്മുടെ വിഷയം. ആ കരുണയെ തോമാസ് ലീഗോടെ കാണിച്ച കരുണ ബൈബിളിലുള്ളതാണ്, തിരുവചനത്തിലുള്ളതാണ്, വെളിപാടിലുള്ളതാണ്. ആ വെളിപാടിനെ മറികടക്കുന്ന തരത്തിൽ ഒരു സ്വകാര്യ ദർശനത്തെ ഉയർത്തുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത്. അല്ലാതെ കരുണ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കരുണയുടെ ഞായറൊക്കെ ആഘോഷിച്ചത് മറ്റൊരു ദിവസം. സീറോ മലബാർ സഭയിൽ, പൗരത്വ സഭകളിൽ അത് പാടില്ല. ലത്തീൻ സഭയിൽ കരുണയുടെ ഞായർ ആഘോഷിച്ചോ? പക്ഷെ അത് ഇന്ത്യയിലെ ലത്തീൻ സഭ പോലും അത് ആഘോഷിക്കരുത്. കാരണം ഓരോ രാജ്യത്തിനും ഏതെല്ലാം വിശുദ്ധരുടെ ആഘോഷിക്കേണ്ട ലിസ്റ്റ് ഉണ്ട്. ഇന്ത്യയിൽ ഈ യേശുവിന് നേരിട്ടുള്ള അപ്പസ്തോലം വന്നിട്ടുള്ളത് കൊണ്ട് ലത്തീൻ സഭയും കരുണയുടെ ഞായർ മറ്റൊരു ദിവസമാണ് ആചരിക്കേണ്ടത്. ദുഃഖവെള്ളിയാഴ്ച മംഗളവാർത്ത തിരുനാൾ വന്നാൽ മംഗളവാർത്ത തിരുനാൾ നിങ്ങൾ വേറെ ദിവസമല്ലേ ആഘോഷിക്കണേ? ദുഃഖവെള്ളിയാഴ്ചയല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. അത് ഇന്ത്യയിലെ ലത്തീൻ മെത്രാന്മാരും അതേക്കുറിച്ച് ബോധവാന്മാരാകണം, അച്ഛന്മാരും ബോധവാന്മാരാകണം ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നതിന് കാരണം വെച്ചാല് ഈ എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ മധ്യേ നിങ്ങൾ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് യാഗം എഴുന്നേൽപ്പിച്ചത് എന്ന് പറഞ്ഞത് മോശ പറഞ്ഞ തിരുവചനം യേശുവിൽ പൂർത്തിയായി. അന്തിമ പ്രവാചകൻ യേശുവാണ്, അന്തിമ വെളിപാട് യേശുവാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. പത്രോസിന്റെ പ്രസംഗമാണ്, തിരുവചനമാണ്, നിങ്ങളുടെ ബൈബിളിലുള്ള തിരുവചനം. ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. തിരുവചനത്തോട് വിശ്വസ്തത പുലർത്താനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് എഴുന്നേൽപ്പിച്ചെന്ന വാക്കിന് മോശയുടെ പ്രവചനം നിവൃത്തിയായെന്നാണ് പത്രോസ് പറയണേ. എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിങ്ങളുടെ സഹോദരന്റെ ഇടയിൽ നിന്ന് യാഹു എഴുന്നേൽപ്പിച്ച് തരും. ആ എഴുന്നേൽപ്പിക്കൽ നടന്നു യേശുവിന്റെ കാര്യത്തിൽ നിന്നാണ് ഒരു അർത്ഥം. രണ്ട്, ഈ പത്രോസ് ഉപയോഗിച്ച ഗ്രീക്ക് വാക്ക് അനിസ്തമി എന്നാണ്. അനിസ്തമി അത് തിരുവത്താനത്തിൽ ഉപയോഗിക്കുന്നതാ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നതാ. അപ്പോൾ നിന്റെ മധ്യേ നിന്റെ സഹോദരന്റെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന് ഒരു വാക്കുണ്ട്. പക്ഷെ ഉപയോഗിച്ച ഗ്രീക്ക് വാക്ക് അനിസ്തമിയാണ്. അത് തിരുവുത്ഥാനത്തിന് ഉപയോഗിക്കുന്നതാണ്. യാഹ്വേ എഴുന്നേൽപ്പിക്കുകയാണ്. ആരെ? തന്റെ ദാസനായ, അതായത് തന്റെ പുത്രൻ ദാസനായി വന്ന ഭൂമിയിൽ അവനെ മരിച്ചവരിരുന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാ. യാഹ്വേ എഴുന്നേൽപ്പിക്കുമെന്നാണ് ഇല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച്, ആരെ എഴുന്നേൽപ്പിച്ചു? ദൈവമായ കർത്താവ്, ദൈവമായ പിതാവ്. എങ്ങനെ? പരിശുദ്ധാത്മാവിനെ അയച്ച്. അപ്പൊ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന തിരുവചനമുണ്ട്, യേശു ഉയർപ്പിക്കപ്പെട്ടു, എഴുന്നേൽപ്പിക്കപ്പെട്ടു എന്ന തിരുവചനമുണ്ട്. പത്രോസ് അതാണ് ഉപയോഗിക്കുന്നത്, എഴുന്നേൽപ്പിച്ചു. ദൈവമായ പിതാവ് പരിശുദ്ധ റൂഹായെ അയച്ച് തന്റെ പുത്രൻ തമ്പുരാനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അപ്പൊ ദൈവം, പരിശുദ്ധ റൂഹ, പുത്രൻ തമ്പുരാൻ, ഈ മൂന്ന് പരിശുദ്ധ മൂന്നാളുടെയും പ്രവൃത്തി, ഇത് മൂന്നും ഒരുമിച്ച് ചിത്രീകരിച്ചിരിക്കുന്ന സംഗതിയാണ് മാർ തോമാസ് ലീവ. കുരിശ് ജീവന്റെ വൃക്ഷമായിട്ട് അതിങ്ങനെ ജീവന്റെ വൃക്ഷം ഇങ്ങനെ പുഷ്പിക്കുന്ന അതല്ല ജീവന്റെ വൃക്ഷം, കുരിശാണ് ജീവന്റെ വൃക്ഷം, വൃക്ഷം പുഷ്പിക്കുന്നത് പോലെ അവതരിപ്പിച്ചിരിക്കുകയാണ് മാർ തോമാസ് ലീവ. പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നു ദൈവമായ കർത്താവ്. യേശുവിനെ ഉയർപ്പിച്ചു, അവൻ ശരീരത്തിൽ ഉയർപ്പിക്കപ്പെട്ടതുകൊണ്ട് ആ കുരിശിൽ അവന്റെ ശരീരമില്ല, അവൻ പുതിയ ജനസിലുള്ള ശരീരത്തിലേക്ക് അവൻ ഉയർപ്പിക്കപ്പെട്ടു. അപ്പൊ പരിശുദ്ധാത്മാവ്, ദൈവമായ പിതാവ് പരിശുദ്ധ റൂഹായെ അയച്ച് യേശുവിനെ എഴുന്നേൽപ്പിച്ചു. അനിസ്തമി എന്ന വാക്ക് ഈ പത്രോസിന്റെ പ്രസംഗം അപ്പാടെ ഒരു ചിത്രരൂപത്തില്, പ്രതീകാത്മക രൂപത്തില്, ഒരു ചിഹ്ന രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മാർ തോമാസ് ലീവ. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും പൗരാണികതയുള്ള സഭയാണ് എന്ന് ലോകത്തിന് മുമ്പിൽ ചിത്രീകരിക്കാൻ പറ്റുന്ന വളരെ നല്ല ചിഹ്നമാണ് മാർ തോമാസ് ലീവ എന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്. നിങ്ങളുടെ സഭയുടെ തനത് പൗരാണികത സ്ഥാപിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ചിഹ്നമാണ്. അതിനെയാണ് നമ്മുടെ എറണാകുളത്തെ സീറോ മലബാർ എന്ന് പറയുന്ന പൗരസ്ത്യരെന്ന് പറയുന്നവര് തന്നെ ഇതിനെ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് മാർ തോമാസ് ലീവായെ അപമാനിക്കുന്നത്. ക്ലാവർ കുരിശെന്നും താമര കുരിശെന്നും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നെല്ലാം പറഞ്ഞ് അവര് ദൈവനിന്ദ നടത്തുകയാണ്. ദൈവനിന്ദ, ബ്ലാസ്ഫമി. കർത്താവ്, ഈ സ്ലീവ എന്ന് പറഞ്ഞാൽ കർത്താവെന്നും അല്ലേ, തടിയെന്നും തടിയിൽ തൂങ്ങപ്പെട്ടവനെന്നുണ്ട്, കർത്താവെന്ന് അർത്ഥമുണ്ട്. ആ കർത്താവിനെയാണ് ദൈവനിന്ദ ഈ നടത്തുന്നത്. അതും പൗരത്വ സഭയിൽപ്പെട്ടവര്. സീറോ മലബാർ, സീറോ എന്ന് വെച്ചാൽ സുറിയാനി സഭയിൽപ്പെട്ടവര് സുറിയാനി പാരമ്പര്യങ്ങളെ, കർത്താവിനെ ഇതുപോലെ നിന്ദിക്കുമ്പോൾ അത് ശരിക്കും ദൈവനിന്ദയാണ്. വളരെ ഗൗരവമായ പാപമാണ്. കുമ്പസാരിച്ച്
പാപമോചനം നേടി പിന്നെ ഒരിക്കലും പാപം ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് ഏറ്റുപറയേണ്ട ഒരു പാപമാണ് ഈ ദൈവനിന്ദ. അത് ചെയ്യുന്നവരെ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് കർത്താവിനോടൊപ്പം പ്രാർത്ഥിക്കാം. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവരെന്താണ് ചെയ്യുന്നവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആവർത്തിക്കട്ടെ, ഈ ശ്ലൈഹിക കരിക്മ സ്വീകരിച്ച് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ആത്മതപനം ചെയ്യുന്നില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട സമൂഹത്തിൽ നിന്നും അവരും നമ്മളും വിച്ഛേദിക്കപ്പെടും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.